ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം നിങ്ങൾ സോൾവ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമ്പം അതിനുശേഷം വീണ്ടും ഇവിടെ ഏതായിരുന്നു 2 ഉണ്ട്, വീണ്ടും 3 ഉണ്ട്, 5 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ 11. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സീരീസ് ആണ്. മിഷൻ 50-50 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, സീരീസിൽ നമ്മൾ പല സബ്ജക്റ്റുകളിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു മിക്സ്ചർ ആയിരിക്കും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മെന്റൽ എബിലിറ്റിയുടെ സെറ്റാണ് നമ്മൾ ഇന്നിവിടെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മെന്റൽ എബിലിറ്റിയിൽ 2-3 ടോപ്പിക്സ് ക്ലബ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സോ ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എടുത്തിരിക്കുന്ന ടോപ്പിക്സ് മാത്തമാറ്റിക്കൽ സയൻസ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി ആണ്. ഈ ടോപ്പിക്കിൽ നിന്നും വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാത്തിൻ്റെയും ഒരു മിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. സോ നമുക്കിതൊന്ന് നോക്കാം. If 15/18 is equal to x/6 is equal to 10/y is equal to z/30, then the value of x plus y plus z is equal to dash. ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോഴെങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുക? ഇവിടെ ഒരു ഫ്രാക്ഷനെ 3 വേറെ ഫ്രാക്ഷൻസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ആദ്യം 15/18 is equal to x/6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും 15/18 നമുക്ക് അടുത്ത ഫ്രാക്ഷൻ ആയിട്ടും ഇക്വേറ്റ് ചെയ്യാം. അത് 10/y ആണ്. നെക്സ്റ്റ് ഫ്രാക്ഷൻ വീണ്ടും 15/18 is equal to z/30 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ 3 വേരിയബിൾസിന്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ ഇത് 3 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ ഇവിടെ 6ഉം 18ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? into 3 ആണ്. അതുപോലെ ഏത് into 3 ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടേക്ക് 15 കിട്ടുന്നത്? ഇവിടെ 5 into 3 ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് അല്ലേ. സോ ഇവിടെ 5 ആണ് എക്സിന്റെ വാല്യൂ എങ്കിൽ 5 into 3 15 കിട്ടും, 6 into 3 18 കിട്ടും. ഇത് നമുക്ക് ഇവിടെ സെറ്റ് ആയി. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തത് വീണ്ടും ഇവിടെ ഏത് into 3 ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടേക്ക് 18 കിട്ടുന്നത്? നമുക്കറിയാം ഇവിടെ വീണ്ടും 6 into 3 ചെയ്യുമ്പോഴാണ് 18 കിട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പോലെ നമുക്ക് ആദ്യം ഇത് ചെയ്ത് നോക്കണം അല്ലേ. ന്യൂമറേറ്റർ പാർട്ടിൽ നേരത്തെ ആദ്യത്തെ ഇക്വേഷനിൽ ഡിനോമിനേറ്റർ ആയിരുന്നു ചെയ്തത്. ഇവിടെ പക്ഷെ നമ്മൾ ന്യൂമറേറ്റർ ചെയ്യണം. സോ ഇവിടെ പക്ഷേ 10 into സംതിങ് ചെയ്താൽ നമുക്ക് ഇവിടെ 15 കിട്ടില്ല. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടിനെയും ഇവിടെ 5ന്റെ കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ 5 into 3 എന്ന് എടുക്കാം, ഇവിടെ നമുക്ക് 5 into 2 എന്ന് എടുക്കാം. സോ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 5 into 3യും 5 into 2 ആണെങ്കിൽ ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള റേഷ്യോ വാല്യൂ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടുന്നത്? ഇതിനെ നമ്മൾ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 5/6 എന്ന് കിട്ടും അല്ലെ. ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെത്തേഡ് ഒന്ന് ഇവിടേക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. അന്നേരം എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഇവിടെ into 2 ആണ് കിട്ടുന്നത് അല്ലെ. 5 into 2 ആണ് നമുക്ക് ഇവിടേക്ക് 10 വരുന്നത്. അപ്പൊ അതേപോലെ ഇവിടെ into 2 ചെയ്താൽ നമുക്ക് 12 വരും. Therefore y-യുടെ വാല്യൂ നമുക്ക് ഇവിടേക്ക് 12 ആയിട്ടും കിട്ടും. ക്ലിയർ? സോ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ, പക്ഷെ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്തു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഇവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ 15ഉം 18ഉം വീണ്ടും z-ഉം 30ഉം ആണ്. സോ 18ഉം 30ഉം വീണ്ടും കോമൺ മൾട്ടിപ്പിൾ നമുക്ക് ഇപ്പോൾ ഏതാ എടുക്കാൻ പറ്റുക? നമുക്ക് 3ന്റെ തന്നെ എടുക്കാം. സോ ഞാനിവിടെ നേരത്തെ സ്റ്റെപ്പിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു, അതുകൊണ്ട് നമ്മളിതിപ്പം ഈ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 15/18 നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. 3 വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് 5/6 കിട്ടും. അതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ആ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തു. ഇനി ഇവിടേക്ക് into 5 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ into 5 ചെയ്താൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും? നമുക്ക് 25 കിട്ടും അല്ലേ. Therefore z is equal to 25 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് 3 എണ്ണത്തിന്റെയും കൂടെ വാല്യൂ ആണ്, ഇതിന്റെ സം ആണ് വേണ്ടത്. Therefore x plus y plus z is equal to ഇവിടുത്തെ വാല്യൂ 5 plus 25 plus 12 ആഡ് ചെയ്താൽ 30 plus 12 ചെയ്താൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 42 കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് 42 ആണ് വരുന്നത്. സോ ഓപ്ഷൻ നമ്പർ സി ആണ് ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് ഇവിടേക്ക് വരാം. ഓക്കെ,
അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നമ്മുടെ ന്യൂമറിക്കൽ റീസണിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. ഇത് നമ്മൾ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്തു, ഇതിന്റെ എല്ലാം വാല്യൂസ് കണ്ടെത്തി, അത്രയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റനും അതുപോലെ തന്നെ ഇതിന്റെ ആൻസറും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറെ കാൽക്കുലേഷൻ വന്നിട്ട് നിങ്ങൾക്ക് ആൻസർ മിസ്സായി പോകണ്ട, അതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റൻ. അപ്പോൾ ഈ ക്വസ്റ്റൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ക്ലിയർലി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ എക്സ് അതുപോലെ തന്നെ എക്സ് നോർ അല്ലെങ്കിൽ എക്സ് ഓർ എന്തോ ഒരു ഓപ്പറേഷൻ ആൻഡ് വൈ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇവിടേക്ക് ശ്രദ്ധിക്കേണ്ടത്. സോ ഈ എക്സ്പ്രഷൻ അനുസരിച്ച് ഈ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷനിലും നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ഇക്വേഷൻസ് കിട്ടും. അതിന് രണ്ടിനെയും കൂടെ നമ്മൾ ഈക്വൽ ആയിട്ട് ജസ്റ്റ് വാല്യൂ ഈക്വൽ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കെയുടെ വാല്യൂ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ ഞാൻ ഇവിടെ 4 ഈ ഓപ്പറേഷൻ 5ഉം ഈ സൈഡിൽ കെ ഈ ഓപ്പറേഷൻ 10ഉം ആണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് ഇവിടെ 4നെയും 5നെയും വെച്ച് എടുക്കുമ്പോൾ ആദ്യം എക്സ് മൈനസ് ആണ്. അപ്പോൾ ഇത് എക്സും ഇത് വൈയും ആണ്. ഇവിടെ വീണ്ടും എക്സും ഇവിടെ വൈയും കിട്ടും. അപ്പോൾ എക്സ് മൈനസ് എന്ന് വെച്ചാൽ ഇവിടേക്ക് 4 മൈനസ് ഓഫ് 2 ഇൻറ്റു വൈ. സോ 2 ഇൻറ്റു വൈ ഏതാണ്, 2 ഇൻറ്റു 5 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടെ 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിലാണ് വൈയുടെ വാല്യൂ. അതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇനി ഇവിടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ആദ്യം എക്സ് വീണ്ടും കെ മൈനസ് ഓഫ് 2 ഇൻറ്റു വൈ. സോ ഇവിടെ 2 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ വീണ്ടും ഇവിടേക്ക് വാല്യൂ 10 ആണ് വരുന്നത്. സോ ഇവിടെ 5ഉം ഇവിടെ 10ഉം ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഈസിലി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടേക്ക് 2 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 4 മൈനസ് ഓഫ് 10 ഇസ് ഈക്വൽ ടു കെ മൈനസ് ഓഫ് 20 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഈ 2നെ നമുക്ക് ഇങ്ങോട്ട് വിട്ടാൽ ആൻസർ എത്ര കിട്ടും, 4 മൈനസ് 10 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് -6 ആണ് കിട്ടുന്നത്. -6 ഇൻറ്റു 2 എന്ന് നമുക്ക് ഇവിടേക്ക് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു കെ മൈനസ് 20. Therefore -12 is equal to k minus 20. അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ എത്രയാണ്, k is equal to minus of 12 പ്ലസ് 20 ആണ് ആൻസർ. സോ 20 നിന്ന് 12 പോയാൽ പിന്നെ ആകെ 8 ഉള്ളൂ. Therefore കെയുടെ ആൻസർ നമുക്ക് ഇവിടെ 8 ആയിട്ട് കിട്ടും. കെയുടെ ആൻസർ 8 ആയിട്ട് നമ്മുടെ ഓപ്ഷൻ നമ്പർ 2 വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ നമ്പർ 2 ആണ് ഈ ക്വസ്റ്റന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മളിത് ജസ്റ്റ് ഈ ഓപ്പറേഷൻ മിസ്റ്റേക്ക് കൂടാതെ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്നിട്ട് അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യണം. അത്രേ മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അതിൽ നിന്ന് തന്നെ നമ്മുടെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, in the following question select the number which can be placed at the sign of the question mark from the given alternatives. Okay, അപ്പോൾ ഇവിടെ വീണ്ടും നമ്മുടെ ന്യൂമറിക്കൽ റീസണിങ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഒരു മിസ്സിംഗ് നമ്പർ, ഒരു ഫിഗർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. 422 734 നെക്സ്റ്റ് 655 34 11 ആൻഡ് ഡാഷ്. അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് എന്ത് വരണം, ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോഴെങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത്? വീണ്ടും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരു ടേബിൾ പോലെയോ അല്ലെങ്കിൽ ഇപ്പം ഒരു ട്രയാങ്കിളുടെ ഉള്ളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേണിന്റെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഒക്കെ ഒരു റേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. അതായത് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ 4ഉം 2ഉം 2ഉം 7ഉം 3ഉം 4ഉം 6ഉം 5ഉം 5ഉം ഇതൊക്കെ സിംഗിൾ ഡിജിറ്റ് ആണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന 34ഉം 11ഉം ഈ ഓപ്ഷൻസിലുള്ളതൊക്കെ 2 ഡിജിറ്റ് ആണ് അല്ലേ. അപ്പൊ ഇതിൽ ഏത് ലോജിക് ആയിരിക്കും വരാനായിട്ട് കൂടുതൽ സാധ്യത നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ലോജിക് എടുക്കുന്നതായിരിക്കോ അതോ ഇങ്ങനെ ഒരു ലോജിക് എടുക്കുന്നതായിരിക്കോ കൂടുതൽ സെൻസിബിൾ? ഒരുപാട് ചെറിയ നമ്പേഴ്സ് ചേർന്നിട്ട് ഒരു വലിയ നമ്പർ ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും ആ ലോജിക്ക് വരാനാണ് സാധ്യത കൂടുതൽ. എന്ന് വെച്ചാൽ ഇവിടെ 4ഉം പിന്നെ 7ഉം 6ഉം ഉണ്ട്. അതിനുശേഷം ഇവിടേക്ക് 34 ഉണ്ട് അല്ലേ. അതിനുശേഷം വീണ്ടും ഇവിടെ ഏതായിരുന്നു 2 ഉണ്ട്, വീണ്ടും 3 ഉണ്ട്, 5 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ 11. അതേ ഓപ്പറേഷൻ വെച്ചിട്ട് 2ഉം 4ഉം 5ഉം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരാനാണ് സാധ്യത കൂടുതൽ, അല്ലാതെ 4 2 2 വെച്ചിട്ട് വരാനല്ല സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും നോക്കിക്കേ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 34 കിട്ടുമോ? 11 + 6 ചെയ്താൽ 17 കിട്ടുള്ളൂ. 17ന്റെ ഡബിൾ ആണ് 34. അത് വേണമെങ്കിൽ നോക്കാം, പക്ഷെ ഇത് ഡബിൾ അല്ല അല്ലേ. 11 ഒറ്റ സംഖ്യയാണ്, ഇരട്ട സംഖ്യയല്ല. അപ്പോൾ ഇത് നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 7 × 4 ചെയ്താൽ 28 കിട്ടും. × 6 ചെയ്താൽ വലിയ നമ്പർ ആയിപ്പോവും. പക്ഷെ ഇവിടെ +6 ചെയ്ത് നോക്കിയാലോ, 7 × 4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടി?
28 കിട്ടി. അതിൻ്റെ കൂടെ നമ്മുടെ ഈ 6നെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 36, 34 കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയും കൂടെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ 2 × 3 ചെയ്താൽ 6 കിട്ടും. അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്താൽ വീണ്ടും നമുക്ക് 11 കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, വീണ്ടും ഇവിടേക്ക് 2 × 4 ചെയ്താൽ 8 കിട്ടും. അതേപോലെ +5 ചെയ്താൽ നമുക്കിവിടെ ആൻസർ ഏത് വരണം? 13 വരണം അല്ലേ? സോ 13 വന്നിരിക്കുന്നത് നമ്മുടെ ഓപ്ഷൻ നമ്പർ 2-ലുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കണം? ഓപ്ഷൻ നമ്പർ 2-ലുള്ള 13 തന്നെ ആയിരിക്കണം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം നിങ്ങൾ സോൾവ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമ്പം എങ്ങനെ ആൻസറിലേക്ക് എത്തിച്ചേരണം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? സോ അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇതുപോലെ ചെറിയ നമ്പേഴ്സ് കൂടി ചേർന്ന് വലിയ നമ്പർ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അഡിഷനോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ ഈ 2 ഓപ്പറേഷൻസ് മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനനുസരിച്ച് വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം, ഇഫ് n denotes plus, q denotes minus, m denotes into and p denotes division, then ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷന്റെ വാല്യൂ കണ്ടെത്തുക. അത്യാവശ്യം നല്ല വലിയ എക്സ്പ്രഷൻ ആണ്, നിങ്ങൾ നോക്കിയാൽ കാണാം. 1000 p5, n5 q80, m2 p2 m4 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷന്റെ വാല്യൂ ഏതാണ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാം? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പ്രകാരം n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ആണ്, നെക്സ്റ്റ് ക്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനസ് ആണ്, വീണ്ടും എം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റു ആണ്, പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെ സോൾവ് ചെയ്യണം നോക്കുക. ഫസ്റ്റ് ഇവിടേക്ക് 1000 ഉണ്ട് അല്ലേ? 1000 p5 എന്ന് വെച്ചാൽ ഏതായിരിക്കും? ഡെഫിനറ്റ്ലി ഡിവൈഡഡ് ബൈ 5 തന്നെയായിരിക്കും. അതിനുശേഷം n5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും +5, q80 മൈനസ് ഓഫ് 80, m2 ഇൻറ്റു 2, വീണ്ടും p2 ഡിവൈഡഡ് ബൈ 2, ഇവിടെ m2 p2, നെക്സ്റ്റ് m4, അടുത്തത് വീണ്ടും ഇൻറ്റു 4. അപ്പോൾ ഈ എക്സ്പ്രഷന്റെ വാല്യൂ ആണ് നമ്മൾ ഇവിടേക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഇതുപോലത്തെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന്റെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നത് നമ്മുടെ ബോഡ്മാസ് റൂൾ ഉപയോഗിച്ചിട്ടായിരിക്കണം അല്ലേ? അപ്പോൾ എന്തായിരുന്നു ബോഡ്മാസ് എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓക്കെ, സോ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആദ്യം എത്ര കിട്ടും? 200 കിട്ടും. therefore 200 പ്ലസ്, നെക്സ്റ്റ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിലോ ഫുള്ള് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? ഈ 2ഉം ഇതും ക്യാൻസൽ ആകും. സോ +5 മൈനസ് ഓഫ് 80 ഇൻറ്റു 4 ചെയ്ത നമ്മുടെ ആൻസർ എത്രയാണ്? 320 ആണ് കിട്ടുന്നത്. therefore നമ്മുടെ ആൻസർ 205 മൈനസ് ഓഫ് 320 ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇവിടേക്ക് വരും. പക്ഷേ ഇവിടെ 205 ചെറിയ നമ്പർ ആണ് അല്ലേ? അപ്പോൾ വ്യത്യാസം എത്രയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്? 100ഉം പിന്നെ ഒരു 15ന്റെ വ്യത്യാസം, 115 ആണ് വരുന്നത്. 205 ചെറുതായതും കൊണ്ട് 115 ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഈക്വൽ ടു -115 എന്നുള്ളതാണ്. -115 നമ്മുടെ ഓപ്ഷൻ നമ്പർ ബിയിലാണ് വരുന്നത്. അതാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, ഇഫ് എ കാർട്ടൺ കണ്ടെയ്നിങ് a dozen mirror is dropped, which of the following cannot be the ratio of broken to unbroken mirrors? അപ്പോൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഒരു കാർട്ടണിൽ ഫുള്ള് മിറേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എത്ര മിറേഴ്സ് ഉണ്ടായിരുന്നു? ഒരു ഡസൻ. ഒരു ഡസൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എത്രയാണ്? ഒരു ഡസനിൽ സാധാരണ 12 എണ്ണമാണ് ഉണ്ടാവുക അല്ലേ? സോ 12 മിറേഴ്സ് ഉണ്ട്. അപ്പോൾ അത് താഴെ വീണു. അപ്പോൾ അതിൽ ചിലത് പൊട്ടി, ചിലത് പൊട്ടിയില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be the ratio of broken to unbroken mirrors? സോ അതിൻ്റെ റേഷ്യോ, ബ്രോക്കൻ ടു അൺബ്രോക്കൻ റേഷ്യോ ഇതിൽ വരാൻ പറ്റാത്തത് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എത്ര എണ്ണം പൊട്ടിയാലും എത്ര എണ്ണം പൊട്ടിയില്ലെങ്കിലും ടോട്ടൽ ഉള്ള മിറേഴ്സിന്റെ എണ്ണം എത്രയാണ്? ആകെ 12 എണ്ണം. ഒരു ഡസനേ ഉള്ളൂ അല്ലേ? ആകെ 12 എണ്ണം മാത്രമേ ഉള്ളൂ. therefore ടോട്ടൽ നമ്പർ ഓഫ് മിറേഴ്സ്, അതായത്
പൊട്ടിയതും പൊട്ടാത്തതും കൂടി ചേർത്തിട്ട് എന്ന് വെച്ചാൽ ബ്രോക്കൺ ആയതും അതുപോലെ തന്നെ അൺബ്രോക്കൺ ആയതും ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടണം? നമുക്ക് ഇവിടെ 12 ആണ് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 12 അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിളോ നമുക്ക് എടുക്കാം. മൾട്ടിപ്പിൾ എടുക്കുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഔട്ട് ഓഫ് 12 എണ്ണത്തിനകത്ത് 9 എണ്ണം പൊട്ടി, 3 എണ്ണം പൊട്ടിയില്ല. അപ്പോൾ അതിന്റെ റേഷ്യോ നമ്മൾ എങ്ങനെ എഴുതും? 9:3 3:1 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ അതിന്റെ സമ്മ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നോക്കിയാൽ 12 ആണോ? അല്ല, പക്ഷെ അത് 12ന്റെ ഫാക്ടർ ആണ്. മനസ്സിലായല്ലോ? ഇനി അല്ലെങ്കിൽ 12 എണ്ണത്തിനകത്ത് മേ ബി 10 എണ്ണം പൊട്ടി, 2 എണ്ണം പൊട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഷ്യോ എത്രയായിരിക്കും? 10/2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും 5:1 ആയിരിക്കും. അപ്പൊ അതും പോസിബിൾ ആയിരിക്കും. സോ ഇത് തന്നിരിക്കുന്ന അപ്പോൾ വീണ്ടും 5+1 എന്ന് പറയുന്നത് 6 12ന്റെ ഫാക്ടർ ആണ്. അപ്പൊ അത് പോസിബിൾ റേഷ്യോ ആണ്. ഇവിടെ അതുപോലെ 3+1 എന്ന് പറയുന്ന 4 12ന്റെ ഫാക്ടർ ആണ്. അപ്പൊ ഇവിടെയും അത് പോസിബിൾ ആണ് അല്ലെ? അപ്പോൾ ഒന്നെങ്കിൽ സം ശരിക്കും 12 തന്നെ വരണം, അല്ലെങ്കിൽ അത് 12ന്റെ ഒരു ഫാക്ടർ ആയിട്ട് വരണം, എങ്കിലാണ് അത് പോസിബിൾ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷനിൽ 2:1. സോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ടോ? നമുക്കിവിടെ 3:1 ഒക്കെ കിട്ടി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 12 എണ്ണത്തിനകത്ത് 8 എണ്ണം പൊട്ടി, 4 എണ്ണം പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന എത്രയായിരിക്കും? 2:1 ആയിരിക്കും. സോ 2:1 3 ആണ് സം വരുന്നത്, 12ന്റെ ഫാക്ടർ ആണ്. അപ്പൊ ഇത് പോസിബിൾ ആണ്. ഇനി 2:3 നോക്കുന്ന സമയത്തോ 2+3 വരുന്നത് 5 ആണ്. 5 12ന്റെ ഫാക്ടർ അല്ല. അപ്പൊ ഇത് ഒരു പോസിബിൾ റേഷ്യോ ആയിട്ട് കിട്ടില്ല. ഇനി ഇവിടെ 3:1 നമുക്ക് ഓൾറെഡി കിട്ടി അല്ലേ? 9 3 ആണെങ്കിൽ അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. 3+1 4 ആണ്. സോ അത് ഫാക്ടർ ആയിട്ട് വരും, പോസിബിൾ ആണ്. നെക്സ്റ്റ് ഇവിടേക്ക് 5+7 ചെയ്താൽ ഇവിടെ 12 വരും. സോ അതും ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ പോസിബിലിറ്റി ഇല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ നമ്പർ ബി മാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ തന്നിരിക്കുന്ന സം എന്ന് പറയുന്നത് നമ്മുടെ ഈ ടോട്ടൽ ആയിട്ടുള്ള 12ന്റെ ഫാക്ടർ അല്ല. സോ അതുകൊണ്ട് ഓപ്ഷൻ നമ്പർ ബി ആണ് ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം എന്താണ്? ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദി നമ്പർ വിച്ച് ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് ദ സൈൻ ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഫ്രം ദ ഗിവൻ ഓൾട്ടർനേറ്റീവ്സ്. തന്നിരിക്കുന്ന നമ്പേഴ്സ് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? ഏതൊക്കെയുണ്ട് ഇവിടെ? 2375, 3527, 5732, 10, 15, 12 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്പേഴ്സിന്റെ ആ ഒരു റേഞ്ച് എത്രയാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. 10, 15, 12 ഇത് മാത്രം 2 ഡിജിറ്റ് നമ്പേഴ്സ്, ബാക്കിയെല്ലാം 1 ഡിജിറ്റ് നമ്പർ ആണ് തന്നേക്കുന്നത് അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം 1 ഡിജിറ്റ് നമ്പറിൽ നിന്നും നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം എന്ന് തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 10 കിട്ടി. ഇവിടെ വീണ്ടും 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും 15 കിട്ടി. അതിനുശേഷം 7 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. നെക്സ്റ്റ് ഇവിടേക്ക് നമുക്ക് 12 കിട്ടി. ഓക്കെ, അപ്പൊ അതേപോലെ 5ഉം 7ഉം 2ഉം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ നമ്പേഴ്സിൽ നിന്ന് വലിയ നമ്പർ ഉണ്ടാക്കണമെങ്കിൽ അഡിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, വേറെ മെത്തേഡ്സ് ഒന്നുമില്ല. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലോ ആഡ് ചെയ്താൽ 2+3+5 ചെയ്താൽ ഡയറക്ട്ലി നമുക്ക് 10 ആണ്. അതുപോലെ 3+5 8+7 ചെയ്താൽ നമുക്ക് 15 കിട്ടും. ഇവിടെ വീണ്ടും 9+3 ചെയ്താൽ 7+2 9+3 ചെയ്താൽ 12 കിട്ടും. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ ചെയ്താൽ മതി അല്ലേ? സോ ഇവിടെ 12+2 ചെയ്താൽ 14 കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ 4ലുള്ള 14 ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇതാണ് അടുത്ത ചോദ്യം. വീണ്ടും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഇഫ് Q denotes plus, J denotes into, T denotes minus and K denotes division, then 26K 2Q 3J 64 is equal to dash. എങ്ങനെയാണ് അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം Q denotes plus, Q എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആണ്. നെക്സ്റ്റ് J denotes into, J എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ into ആണ്. T denotes minus, T എന്ന് വെച്ചാൽ മൈനസ് ആണ്. ആൻഡ് വീണ്ടും K denotes division. സോ അപ്പൊ ഇതിന്റെ വാല്യൂസ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം 26K, 26 divided by 2. നെക്സ്റ്റ് Q3 plus 3, J6 into 6, T4
മൈനസ് ഓഫ് 4. ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ ഇവിടേക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഡയറക്റ്റ്ലി നമ്മൾ ബോഡ് മാസ് യൂസ് ചെയ്തിട്ട് വേണം സോൾവ് ചെയ്യാൻ അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഡിവിഷൻ എടുക്കാം. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 13 കിട്ടി. പ്ലസ് അടുത്തത് നമ്മൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കണം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 6 into 3 എത്രയാണ്? 18 വരും. വീണ്ടും മൈനസ് ഓഫ് 4 ആണ് നമുക്ക് ഇവിടേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ, നമുക്ക് എത്ര കിട്ടും? 31 ആൻസർ ആയിട്ട് വരുന്നത്. സോ 31 മൈനസ് 4 ചെയ്താൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 27 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ശരിയുത്തരം ഏതാണ്? ആൻസർ ഇസ് ഈക്വൽ ടു 27 ആണ് ചോദ്യത്തിന്റെ ശരിയുത്തരം. ഓപ്ഷൻ നമ്പർ ഡിയിലാണ് അത് കറക്റ്റ് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ നമ്പർ ഡി ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും അപ്പോൾ ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിന്റെ ആൻസറും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ജസ്റ്റ് നമ്മൾ ഈ തന്നിരിക്കുന്ന അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസേഴ്സ് കണ്ടെത്തുന്നു, അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3 1/6 പ്ലസ് 4.5 മൈനസ് 2 2/3 മൈനസ് 1 11/12. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യും? മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ ഇതിന് മുഴുവൻ നിങ്ങൾ മിക്സ്ഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റേണ്ട കാര്യമുണ്ടോ? അതായത് ഇപ്പോൾ ഇവിടെ 3 1/6 നമുക്ക് 3 into 6 ചെയ്താൽ 18 + 1 19/6 എന്ന് എടുക്കാം. ഇനി 4.5 നിങ്ങൾ ഇപ്പം എടുക്കുകയാണെങ്കിൽ 4 1/2 എന്ന് വെച്ചാൽ അത് 9/2 ആണ്. ഇനി 2 2/3 അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സോൾവ് ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് LCM ഒക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇച്ചിരി വലിയ വലിയ ടേംസ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഇവിടെ തന്നിരിക്കുന്നത് ആദ്യം 3 1/6 ആണ്, അത് ഞാൻ എടുത്തെഴുതുന്നു. നെക്സ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് 4 1/2 ആണ്, മൈനസ് ഓഫ് 2 2/3 ആണ്, മൈനസ് ഓഫ് 1 11/12 ആണ്. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ഈ നമ്പേഴ്സിനെ നമ്മുടെ ഈ മിക്സ്ഡ് ഫ്രാക്ഷന്റെ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിന്റെ ഒക്കെ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ആദ്യം സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 3 + 4 -2 -1 കിട്ടും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ പ്ലസ് നമ്മുടെ ഈ ഭാഗം കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് 1/6 ആണുള്ളത്. നെക്സ്റ്റ് വീണ്ടും പ്ലസ് 1/2 ആണ്, മൈനസ് ഓഫ് 2/3 മൈനസ് ഓഫ് 11/12 ആണ്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ LCM എടുക്കണം, പക്ഷെ ന്യൂമറേറ്റർ ഭാഗം കുഞ്ഞതായതും കൊണ്ട് LCM എടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? 3 + 4 7 7 - 3 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. ഓക്കെ, അപ്പോൾ 4നെ ഇവിടെ വെച്ചു. ഇനി ഇവിടെ നമുക്ക് LCM എടുക്കണം. LCM എന്തായാലും 6 3 2 and 12. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും വലുത് ഏതാണ്? 12 ആണ്. സോ 12 തന്നെയായിരിക്കും LCM ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ LCM കണ്ടുപിടിക്കാൻ into 2 ചെയ്യുക, ഇവിടെ into 2, ഇവിടെ 12 കിട്ടണമെങ്കിൽ into 6, ഇവിടെ into 6, ഇവിടെ into 4, ഇവിടെ വീണ്ടും into 4. ഇപ്പുറത്ത് നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അല്ലേ. therefore 2 + 6 നെക്സ്റ്റ് മൈനസ് ഓഫ് 8 മൈനസ് ഓഫ് 11 ഹോൾ ഡിവൈഡഡ് ബൈ 12 ആണ് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. സോ 4 പ്ലസ് ഇവിടുത്തെ 2 + 6 എത്രയാണ്? 8 8 - 8 ചെയ്താൽ 0 കിട്ടും. ഇനി നെക്സ്റ്റ് മൈനസ് ഓഫ് 11/12. സോ ബേസിക്കലി നമുക്ക് വരുന്നത് 4 - 11/12. ഇവിടെ 12 into 4 48 ആണ്. 48 നിന്ന് 11 പോയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 3 ഉം 7 37 ആണ് കിട്ടുന്നത് അല്ലേ. therefore 37 ഡിവൈഡഡ് ബൈ 12 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ ഓരോന്നും എടുത്ത് നമ്മൾ അതിനെ മിക്സ്ഡ് ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്തിട്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇതേ ആൻസർ ഒക്കെ കിട്ടും. പക്ഷേ കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ തന്നിരിക്കുന്നു. വീണ്ടും നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. In the following question, select the number which can be placed at the question mark from the given alternatives. തന്നിരിക്കുന്ന എന്തൊക്കെയാ നോക്കിക്കേ. ഇങ്ങനെ ഒരു ഫിഗർ ആണ്. 5 6 7 8 11 13 15 24 28 ഡാഷ്. ഇവിടെ എന്ത് വരും? അപ്പോൾ ഇതൊരു പിരമിഡ് പോലെ പോയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും താഴത്തെ റോയിൽ ഒക്കെ സിംഗിൾ ഡിജിറ്റ് നമ്പർ. ഇനി അതിന് മുകളിലത്തെ റോയിൽ ഇതിനേക്കാളും കുറച്ചും കൂടി വലിയ നമ്പർ. അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും വലിയ നമ്പേഴ്സ്. ഇവിടേക്ക് പോകുമ്പോൾ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഒക്കെ വലിയ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റത്തെ റോയിൽ നിന്ന് സെക്കൻഡ് റോയിലേക്ക് പോകുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം അല്ലേ. എങ്കിലല്ലേ നമുക്ക്
ആൻസർ പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിക്കേ. നമ്മളിവിടെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇവിടേക്ക് പോകുമ്പോൾ തന്നെ വലുതാവണമെന്നുണ്ടെങ്കിൽ അഡിഷനോ മൾട്ടിപ്ലിക്കേഷനോ വേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇവിടെ 5, 6, 7, 8, ഇവിടെ 11, 13, 15, രണ്ടിന്റെ വ്യത്യാസം, 4ന്റെ വ്യത്യാസം. പക്ഷെ ഇത് എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. 5ഉം 6ഉം പിന്നെ ഇവിടെ 11ഉം വന്നു. അപ്പൊ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും അല്ലെ? ഇവിടെ 11 ഉണ്ട്, ഇവിടെ 5ഉം പിന്നെ 6ഉം വന്നിട്ടുണ്ട്. അപ്പൊ അത് ഏത് രീതിയിലാണ് കിട്ടുക? 5ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 11 കിട്ടും അല്ലെ? അതുപോലെ 6ഉം 7ഉം ആഡ് ചെയ്താൽ 13 കിട്ടും, 7ഉം 8ഉം ആഡ് ചെയ്താൽ 15 കിട്ടും. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ റോയിൽ ജസ്റ്റ് അഡിഷൻ യൂസ് ചെയ്തു. ഇനി ഇവിടെ നോക്കിയാൽ 11ഉം 13ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടും? 24 കിട്ടും. 13ഉം 15ഉം ആഡ് ചെയ്താൽ വീണ്ടും 28 കിട്ടും. അങ്ങനെയെങ്കിൽ അടുത്തതിൽ 24ഉം 28ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടണം? 52 ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലെ? സോ 52 നമ്മുടെ ഓപ്ഷൻ ഏതിലാണ് ഉള്ളത്? ഓപ്ഷൻ നമ്പർ 2-ലുണ്ട്. അപ്പൊ അത് തന്നെ ആയിരിക്കണം ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ റോകൾ എല്ലാം കൂടെ ജസ്റ്റ് നമ്മളൊന്ന് എടുത്ത് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിന്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ജസ്റ്റ് നമ്മളിതിങ്ങനെ ആഡ് ചെയ്ത് പോയി എന്നിട്ട് ആൻസർ കണ്ടുപിടിച്ചു, അത്രയും മാത്രമാണ് ഇതിൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 6.3 into 6.3 plus 2 into 6.3 into 3.7 plus 3.7 into 3.7. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ സോൾവ് ചെയ്യണ പോലെ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ആൻസർ കണ്ടെത്തി സം എടുത്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡെസിമൽ പാർട്സ് വരുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ 63ന്റെ ഒക്കെ 37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന്റെ ഡെസിമൽ പാർട്ടും കൂടി എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ട് അതിന്റെ സമ്മൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ഒത്തിരി സമയം വേസ്റ്റ് ആയി പോകും അല്ലേ? സോ ഇത് സോൾവ് ചെയ്യാനുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താണ്? ഈ നമ്പേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇവിടെ 6.3യും 6.3യും 2 തവണ വരുന്നു. ഇവിടെ 2 into 6.3യും മറ്റൊരു നമ്പറും വരുന്നു. ആ നമ്പറിന്റെ ഡബിൾ ഇവിടേക്ക് വരുന്നു. കണ്ടിട്ട് എന്തെങ്കിലും ഒരു പരിചയം തോന്നുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് പരിചയം തോന്നാൻ വേണ്ടി ഞാനിവിടെ 6.3 എന്നതിനെ എ ആയിട്ടും അതുപോലെ തന്നെ 3.7 എന്നതിനെ ബി ആയിട്ടും റെപ്രസെന്റ് ചെയ്യാണ്. സോ അപ്പൊ ഇവിടെ എ ഇൻറ്റു എ, ഇവിടെ 2 into a into b, ഇവിടെ വീണ്ടും b into b. സോ ഇതിനെ നമുക്ക് എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? ബേസിക്കലി ഇത് a² പ്ലസ് വീണ്ടും 2ab പ്ലസ് b². ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതെന്തായിരുന്നു സാധനം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. a² പ്ലസ് 2ab പ്ലസ് b² എന്ന് വെച്ചാൽ അതെന്താണ്? a പ്ലസ് b ദി ഹോൾ സ്ക്വയർ ആണ് അല്ലെ? അപ്പോൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ a പ്ലസ് b ദി ഹോൾ സ്ക്വയർ എടുത്താൽ മതി. സോ ഇവിടെ a എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6.3 പ്ലസ് 3.7 ദി ഹോൾ സ്ക്വയർ, രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. സോ 10ന്റെ സ്ക്വയർ എടുത്താൽ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടും. Therefore, answer is equal to 100. ഇതാണ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ നമ്പർ ബിയിലാണ് 100 വന്നിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, സോ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ എക്സാമിന് കാണുമ്പോൾ അന്നേരം നിങ്ങൾ പേടിക്കണ്ട. ഇതിപ്പോൾ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ ആൻസർ സോൾവ് ചെയ്യണോ അങ്ങനെയൊന്നും പേടിക്കണ്ട കേട്ടോ. ഇതെപ്പോഴും ഏതെങ്കിലുമൊക്കെ സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരിക. ഒന്നെങ്കിൽ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ a² മൈനസ് b², a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ a³ പ്ലസ് b³. ഈ ടൈപ്പ് ഐഡന്റിറ്റീസിന്റെ ഭാഗമായിട്ടാണ് എപ്പോഴും ഇതുപോലത്തെ ചോദ്യങ്ങൾ വരിക. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും എല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ അടുത്ത ചോദ്യം ഒരു നമ്പർ പാറ്റേൺ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദി നമ്പർ വിച്ച് ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് ദ സൈൻ ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഫ്രം ദി ഗിവൻ ഓൾട്ടർനേറ്റീവ്സ് 1, 8, 27, 1, 4 ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? 1, 8, 27ഉം 1, 4 ക്വസ്റ്റ്യൻ മാർക്കും ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ? സോ ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് സംഭവം അല്ലെ? 1ഉം 8ഉം 27ഉം മൂന്നും പെർഫെക്റ്റ് ക്യൂബ്സ് ആണ്. 1ഉം 4ഉം ഇതെന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയർസ് ആയിരിക്കും അല്ലെ? സോ അപ്പൊ ഇതിനെ നമുക്ക് 1ന്റെ സ്ക്വയർ എന്ന് എഴുതാം, ഇതിനെ 1ന്റെ ക്യൂബ് എന്ന് എഴുതാം, ഇതിനെ 2ന്റെ ക്യൂബ് എന്നും ഇതിനെ 3ന്റെ ക്യൂബ് എന്നും എഴുതാം. ഓക്കെ, അപ്പൊ ഇതിനെ 1ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഇത് 2ന്റെ സ്ക്വയർ ആണെങ്കിൽ ഇവിടേക്ക്
ഇവിടേക്ക് ഏത് വരണം? 3യുടെ സ്ക്വയർ ആയിരിക്കും വേണ്ടത്. സോ 3യുടെ സ്ക്വയർ ഏതാണ്? 9 ആണ്. സോ ഡയറക്ട്ലി ഓപ്ഷൻ നമ്പർ 2-ലുള്ള 9 തന്നെയായിരിക്കും ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, if 26 is equal to 4, 84 is equal to 6, 73 is equal to 5, then 75 is equal to dash. എങ്ങനെയാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം? ഇവിടെ വേറെ ഒന്നും പ്രത്യേകിച്ച് തന്നിട്ടില്ല. നേരത്തെയൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലെ സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു എക്സോറോ എക്സ്നോറോ പോലത്തെ ചോദ്യത്തിൽ ഓരോ സ്പെസിഫിക് അരിത്തമാറ്റിക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇത് അതൊന്നുമില്ല. ഒരു നമ്പറിന് വേറെ നമ്പറായിട്ട് ഇക്വേറ്റ് ചെയ്തു അല്ലേ? അതായത് 26 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 ആണ്. ഇനി വീണ്ടും 84 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 6 ആണ്. അതിനുശേഷം 73 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ആണ്. അങ്ങനെയെങ്കിൽ 75 എന്ന് വെച്ചാൽ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള മാർഗം എന്തായിരിക്കും? ഒന്നെങ്കിൽ ഇത് ഫെമിലിയർ നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ സ്ക്വയറോ ക്യൂബോ അങ്ങനെ എന്തെങ്കിലും കിട്ടണം. ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടോ, പെർഫെക്റ്റ് ക്യൂബ് ഉണ്ടോ, പ്രൈം നമ്പേഴ്സ് ഉണ്ടോ, ഇവിടെ എവിടെയെങ്കിലും പ്രത്യേകിച്ചൊന്നും അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? 26ഉം 4ഉം വേണമെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്ത് നോക്കിയാൽ 26ഉം 4ഉം തമ്മിൽ 4 into 6 is equal to 24. വീണ്ടും +2 ചെയ്താൽ 26 കിട്ടും. അപ്പൊ ഇവിടെ അതുപോലെ 6 into 4 ചെയ്താൽ നമുക്ക് ഏതാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ 6 into 6 ചെയ്ത് 36 ആണ്. ഇതിലേക്ക് പോവില്ല. ഇവിടെയും നമ്മൾ വീണ്ടും 5 into 6 ചെയ്തിട്ടുണ്ടെങ്കിൽ 30 ആണ്. അതിലേക്ക് പോവില്ല. സോ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, കുറവാണ്. ബിക്കോസ് ഇവിടെ ഒരു നമ്പർ തീരെ ചെറുതും അടുത്ത നമ്പർ അത്യാവശ്യം വലുതുമാണല്ലോ. സോ അരിത്തമാറ്റിക് ഓപ്പറേഷൻസിൽ മൾട്ടിപ്ലിക്കേഷനും അഡിഷനും ഒക്കെ തന്നെയാണ് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതും ഇവിടെ വർക്ക് ആവണില്ല. സോ നമ്മൾ ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഫെമിലിയർ ആയിട്ടുള്ള, അതായത് പരിചയമുള്ള നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കി, അത് വർക്ക് ആയില്ല. സെക്കൻഡ് നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്, അതായത് അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്ത് നോക്കി, അതും വർക്ക് ആയില്ല. ഇത് രണ്ടും വർക്ക് ആയില്ലെങ്കിൽ പിന്നെ നമ്മുടെ നമ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ യൂസ് ചെയ്യാനുള്ള ലോജിക് എന്ന് പറയുന്നത് ഏതാണ്? ഡിജിറ്റ് ബേസ്ഡ് ലോജിക് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഡിജിറ്റ് ബേസ്ഡ് ലോജിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഈ നമ്പേഴ്സിനെ അതിന്റെ ഡിജിറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നടക്കുമോ നോക്കണം. ഓക്കെ, അപ്പൊ 2ഉം 6ഉം 4ഉം 4 - 2 ആണ്, അല്ല 6 - 2 ആണ് 4. 8 - 4 ചെയ്താൽ 4 വരണം, 6 വരില്ല. അപ്പം ഡിവിഷൻ അല്ല, സബ്ട്രാക്ഷൻ അല്ല. പിന്നെ നമുക്കിത് ആഡ് ചെയ്ത് നോക്കിയാൽ, രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 8 കിട്ടും. 8ന്റെ പകുതിയാണ് നമുക്ക് 4 വരുന്നത്. സോ 2 + 6/2 ആണ് 4. ഇവിടെ ആഡ് ചെയ്താൽ 8 + 4 ചെയ്താൽ 12 കിട്ടും. /2 ചെയ്താൽ 6 കിട്ടും. വീണ്ടും 7 + 3 10 ആണ്. /2 ചെയ്താൽ 5 കിട്ടും. അപ്പൊ ഇവിടേക്ക് നമുക്ക് അതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 + 5 ചെയ്താൽ 12, /2 ചെയ്താൽ 6 കിട്ടും അല്ലേ? അപ്പൊ ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഏതായിരിക്കും? ആൻസർ ഇസ് ഈക്വൽ ടു 6 ആണ് വരുന്നത്. അപ്പോ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യന്റെ കറക്റ്റ്, -6 ആണല്ലോ, അല്ല -6 അല്ല, ഈ സാധനമാണ് കേട്ടോ. ഇതാണ് സംഭവം. സോ 6 വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ എയിലാണ്. അപ്പൊ ഓപ്ഷൻ നമ്പർ എ ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വീണ്ടും തന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദി നമ്പർ വിച്ച് ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് ദി സൈൻ ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? ഇവിടെ 3ഉം 4ഉം 2ഉം 7ഉം 5ഉം 1ഉം 6ഉം 8ഉം 3ഉം ഡാഷ് 54ഉം 9. അപ്പൊ ഈ 54നെ കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പം കിട്ടില്ലായിരുന്നു. 9ഉം ചെറിയ നമ്പർ തന്നെയാണല്ലോ. പക്ഷേ ഓപ്ഷൻസ് നോക്കിക്കേ, ഓപ്ഷൻസ് എല്ലാം തന്നെ ഇവിടെ വലിയ നമ്പേഴ്സ് ആണ്. സോ വീണ്ടും നേരത്തെ പോലെ തന്നെ നമ്മുടെ ലാസ്റ്റത്തെ റോയിൽ തന്നിരിക്കുന്നത് എല്ലാം വലുതാണ്, ബാക്കിയെല്ലാം ചെറുതാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം രീതി തന്നെ, ഈ ലാസ്റ്റ് റോയിലാണ് നമ്മുടെ ആൻസർ വരുന്നത്. ആ ഒരു രീതി തന്നെ നമുക്കപ്പോൾ ഇതിനെയും ജസ്റ്റ് സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 3ഉം 7ഉം 8ഉം ചെയ്യുമ്പോൾ ആൻസർ എന്തെങ്കിലും കിട്ടണം. അത് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് എടുക്കണം. ഇവിടെ വീണ്ടും 4ഉം 5ഉം 6ഉം ആണ്. ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ 54 ആണ്. അതേപോലെ 2ഉം 1ഉം 3ഉം ചെയ്താൽ നമുക്ക് ഇവിടെ 9 കിട്ടണം. എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കിക്കേ. ഈ 54 6ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. ഇവിടെ ഇതിന്റെ മൾട്ടിപ്പിൾ ആണ്.
54/6 ചെയ്താൽ നമുക്ക് 9 കിട്ടും. 9 5 + 4 ഓക്കെ. സോ 4 + 5 × 6 ചെയ്താൽ 9 കിട്ടും. ഇവിടെ ശരിയാണോ നോക്കിക്കേ. 2 + 1 3 ആണ്. വീണ്ടും ഇൻറ്റു 3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 9 കറക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ 10 കിട്ടും. ഇൻറ്റു 8 ചെയ്താൽ നമുക്കിവിടെ ആൻസർ 80 കിട്ടണം അല്ലേ. സോ 80 വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ ഡി ആണ്. അതാണ് അപ്പോൾ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം. അപ്പോൾ ഇതിനെ നമുക്കൊരു ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇത് എയും ബിയും സി ആണെന്ന് കരുതുക. ഇവിടെ വരുന്നത് അപ്പോൾ ഏതായിരിക്കും? A + B × C അല്ലേ. സോ A + B × C എന്ന് പറയണതാണ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ. സോ ഓപ്ഷൻ നമ്പർ 4 80 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിപ്പറേഷൻ ടിപ്സോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ കോൺസെപ്റ്റുകൾ പഠിക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഫോം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ മറുപടി തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതുപോലെയുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളെപ്പോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ളവരുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഈ വീഡിയോസ് എത്തിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.